ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. അധിക ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ തണുത്ത പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് കട്ട പിടിക്കാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മുഴുവനും പാലൊഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുക്കിയെടുക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ല അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇതല്ല നമ്മുടെ പരുവം. ഇനി നമുക്ക് നന്നായിട്ടിത് കുറുകി വരണം. അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ഏകദേശം അല്ല, ഒരുമാതിരി നമ്മുടെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്കിതിലൂടെ ഒരു 50 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ചോക്ലേറ്റ് നിങ്ങളുടെ ഇഷ്ടാനുസരണത്തിന് കൂട്ടുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 50 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ സമയത്ത് സിമ്മിലാക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ക്രീമും ഒക്കെ ഇവിടെ നന്നായിട്ട് മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. അതിൽ നിന്ന് നമുക്ക് ഗ്യാസിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് എൻ്റെ ഇത് കറക്റ്റ് പരുവാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 2 ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മുടെ ഈസി ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് തണുത്തൊന്ന് സെറ്റാവാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുക. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുടംപുളി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.